വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ പ്ലാവിൽ ഒരു 2-3 ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പച്ചയാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടം, അതൊന്ന് വറുക്കാനാണ് കേട്ടോ. ചക്കവറവ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കലാണ്. എനിക്ക് ചക്ക കട്ട് ചെയ്യാൻ അത്ര വലിയ വശമല്ല കേട്ടോ. ഇവിടെ ചക്ക കട്ട് ചെയ്യാറ് ഇക്കയാണ്. ഞാൻ കഴിയുന്നതും അതിൽ നിന്ന് ഒഴിവാവാനാണ് കേട്ടോ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യത്തിൽ ഈ ചക്കയുടെ മണമൊന്നും വലിയ ഇഷ്ടമല്ല. ചക്ക കഴിക്കാനും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇവിടെ ഇക്കാക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പം ഇത് പച്ച ചക്കായ കാരണം അധികം സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല. ഈ ചക്കവറവിനോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അല്ലാതെ ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചുളയാണെങ്കിൽ ഇതിൽ വളരെ കുറവാണ് കേട്ടോ. അധികമൊന്നും ചുള കാണുന്നില്ല, ചെറിയ ചക്കായ കാരണമായിരിക്കും. എന്നാലും എല്ലാ ചുളയും നല്ല വലിപ്പമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും ഞാനതിൽ നിന്ന് ചുള പറിച്ചെടുക്കലാണ്. ഇപ്പോൾ എല്ലാം ചുള പറിച്ചെടുത്തിട്ടുണ്ട്. ആ കത്തിമലൊക്കെ ആകെ പശയായിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഇപ്പോൾ ചുള പറിച്ചത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ ചക്ക ചുള പറിച്ചപ്പോൾ പക്ഷേ എല്ലാ ചുളയും നല്ല വലിപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം ചുള പറിച്ചത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അപ്പോൾ തന്നെ ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ പതിവ്. അതാണ് ഞാൻ ചെയ്യുക. എന്ന് വെച്ചാൽ അതൊരു പിന്നത്തേക്ക് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ. എന്ത് പണിയെടുക്കണമെങ്കിലും അതപ്പോൾ തന്നെ അവിടെ ക്ലീനാക്കി എടുക്കണം. അതെനിക്കൊരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ആദ്യം വിചാരിച്ചു പേപ്പർ അങ്ങനെ തന്നെ പൊതിഞ്ഞ് കളയാമെന്ന്. പക്ഷേ പേപ്പർ കീറിപ്പോയിട്ടാ. അപ്പോൾ അതൊരു സഞ്ചി മോളെടുത്ത് കൊണ്ടുവന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭാഗം ഞാൻ തുണി വെച്ചിട്ട് നനച്ച് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈച്ചയൊന്നും വരില്ലല്ലോ. അങ്ങനെ അത് കളയാൻ കൊണ്ടുപോയി. പിന്നെ ഇനി കത്തി വൃത്തിയാക്കി എടുക്കലാണ്. അത് നമ്മളപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്, വൃത്തികേടായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്റ്റൗവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ പശയൊക്കെ ഒന്ന് ഇളകിപ്പോരും. അങ്ങനെ അത് ഇളകിപ്പോകുന്ന ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഇതുപോലെ തുടച്ചെടുത്താൽ മതി കേട്ടോ. ചകിരി ആയാലും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ചകിരി എടുക്കണമെങ്കിൽ പുറത്തേക്ക് പോകണം, പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പശയൊക്കെ ക്ലീൻ ആക്കിയ ശേഷം നന്നായിട്ടത് വാഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അത് കത്തി അങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചക്കയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടാക്കി എടുക്കലാണ്. ആ സമയത്താണ് കേട്ടോ ഇക്ക പുറത്തേക്ക് പോകാൻ ധൃതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചു. ഇക്കാക്ക് മാത്രമല്ല എല്ലാവർക്കും സാൻഡ്വിച്ച് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഓംലേറ്റ് ഞാൻ ഉള്ളിയും തക്കാളിയും അരിഞ്ഞിട്ടാണ് കേട്ടോ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. പച്ചമുളക് ചേർക്കണില്ല. സാൻഡ്വിച്ചായി കഴിക്കുമ്പോൾ നമുക്ക് പച്ചമുളക് ഉണ്ടാകുമ്പോൾ അത് കടിച്ചാൽ എരിവുള്ള കാരണം അത് ഒഴിവാക്കിയിട്ട് പകരം ഞാൻ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ അത് നല്ല ഇഷ്ടമാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അങ്ങനെ എല്ലാവരും അത് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് തന്നെ പോയിട്ടാണ് ഈ ചക്ക കട്ട് ചെയ്തെടുത്ത് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കലാണ്. അങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഡ്രെയിൻ ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ അത് ഡ്രെയിൻ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് വെള്ളം നന്നായി വരാൻ വെക്കണം. 1 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്കുള്ള ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഈ ചക്ക കട്ടാക്കിയിൽ നിന്ന് ഫ്രൈ ചെയ്യാൻ മാത്രം കുറച്ച് മാത്രം മാറ്റി വെക്കട്ടെ. എല്ലാത്തിലും കൂടെ ഞാൻ ഉപ്പിട്ടിട്ട് കുഴച്ച് വെക്കുന്നില്ല. അങ്ങനെ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളം ഒന്ന് തെളിച്ച ശേഷം ഒന്ന് തിരുമ്മി എടുത്തിട്ട് ഞാൻ ഫ്രൈ പാനിൽ ഇത് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ഹൈയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ കളറായി വരുന്ന ടൈമിൽ നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് കോരിയെടുക്കലാണ്. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടോട് തന്നെ അത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മടി കാണിക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർക്ക് ചൂടോട് തന്നെ അത് കൊടുത്തിട്ടാണ് നല്ല ഇഷ്ടമായി അവർക്ക്.
അവരത് കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, താങ്ക് യു.